ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീംസി ഫെദേഴ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോം ബോർഡ് യൂസ് ചെയ്തിട്ട് ഉള്ളൊരു മിനി ഗിഫ്റ്റ് ബോക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ചെയ്തു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഫോം ബോർഡാണ്. ഫോം ബോർഡ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഫോം ബോർഡ് ബെൻഡൊക്കെ ആകും, എന്തോ ഒരു സാധനം എനിക്ക് അറിഞ്ഞൂടാ. ഫോം ബോർഡ് എന്നാണ് പറയാറ്. അത് ഞാൻ പോയി വാങ്ങാറുണ്ട്. അപ്പം ഇത് വാങ്ങുന്നത്, എൻ്റെ സ്ഥലം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് പാളയത്ത് JS ക്രാഫ്റ്റ് സ്റ്റോർ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അവിടുന്ന് വാങ്ങാറുണ്ട് മെറ്റീരിയൽസൊക്കെ. അതല്ലെങ്കിൽ ചാല മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആണ്. സോഫെയിൻ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെയുണ്ട്. ഫോം ബോർഡ് അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബാക്കി ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്, ഇതും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഹാമ്പറിനകത്ത് വെക്കേണ്ടതെന്നുള്ളത്. ഞാൻ ഫ്രെയിം വെക്കുന്നുണ്ട്, ചോക്ലേറ്റ് വെക്കുന്നുണ്ട്. ഇതിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അമൂലിൻ്റെ ഒരു ചോക്ലേറ്റ് ആണ്. പിന്നെ ഫോഗിൻ്റെ ഒരു പെർഫ്യൂം, പിന്നെ ഒരു വാലറ്റ് വെക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഫ്ലവേഴ്സ് വേണം, ഫ്ലവേഴ്സും വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു സാധനം മിസ്സായിപ്പോയി. ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോം ബോർഡിൻ്റെ ടോപ്പ് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഗിഫ്റ്റ് റാപ്പിംഗ് ഷീറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് പാറ്റേൺ ഷീറ്റ്, വലിയ പാറ്റേൺ ഷീറ്റ് കിട്ടും, അതാണ് ഒട്ടിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഞാനത് വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. സക്സസ് ആകുന്നുണ്ടോയെന്ന് അറിയത്തില്ല, നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫോം ബോർഡ് ഇങ്ങനെ വളഞ്ഞിരിക്കുകയില്ലേ, അപ്പോൾ നമുക്കൊന്ന് തിരിച്ച് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം ആദ്യം തന്നെ. ഓക്കെ, എന്നാലൊരു വളവുണ്ട്, നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വളച്ച്. ഓക്കെ, അപ്പോൾ അത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് വെക്കേണ്ട ഐറ്റംസൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്തെടുക്കണം. എത്ര സ്പേസ് വേണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഐറ്റംസ് എല്ലാം ഒന്ന് വെച്ചിട്ട് നമുക്കിത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടൊന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാണിച്ചു തരാം. അപ്പം ഇതെങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം വെക്കേണ്ട ഐറ്റംസ് വെക്കുക. അത് എങ്ങനെയൊക്കെ പറ്റുമെന്ന് വെച്ചാൽ അതനുസരിച്ചൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എങ്ങനെ വെച്ചാലാണ് ഭംഗി ഉണ്ടാവുക, അതൊക്കെ അനുസരിച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ. ഇനി നമുക്ക് ഫ്ലവർ വെക്കാനുണ്ട്, അതുപോലെ തന്നെ വാലറ്റും വെക്കാനുണ്ട്. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ ഇവിടെ ഫ്ലവർ വേണമെങ്കിൽ വെക്കാം, പക്ഷേ ഇവിടെ ഇത്രയും ഗ്യാപ്പ് വരും. അപ്പം അതൊക്കെ അനുസരിച്ച് ഇതൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പം ഞാനിത് അന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം ഈ ഒരു രീതിക്കാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഫ്ലവേഴ്സ് ഒരു L ഷേപ്പിന് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ വെക്കാമെന്ന് വെക്കണം. വേണമെങ്കിൽ വൈറ്റ് ഫ്ലവർ വേണമെങ്കിലും വെക്കാം. ഏതാ ഭംഗിയെന്ന് വെച്ചാൽ അന്നേരം അതനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഒന്ന് പെൻസിൽ വെച്ച് റഫായിട്ട് വരച്ചിട്ട് ഈ ഒരു ഔട്ടർ ലെയർ ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഹൈറ്റ്, ഈ സൈഡ് ഹൈറ്റ് വന്നിട്ട് ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ ഇട്ട് അതും കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം ഞാനിത് റഫായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ലെങ്ത്ത് വന്നിട്ട് 13.5ഉം ഹൈറ്റ് വന്നിട്ട് 10.5ഉമാണ് വരുന്നത്. ഇഞ്ചാണേ. അപ്പം ആ ഒരു അളവിന് നമുക്ക് ലിഡ് ചെയ്യേണ്ടതും മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അപ്പം ഞാൻ അതുകൊണ്ട് ഇത് കാണിക്കുന്നില്ല. അപ്പോൾ ബോക്സ് മെഷർ ചെയ്തെടുത്തു.
അതെല്ലാം കട്ട് ചെയ്തെടുത്തു. എല്ലാ സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സൈഡ് പാർട്ടീഷൻ ചെയ്യാനുള്ളതും അതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. സ്റ്റിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ടർ കവറിനൊരു പാറ്റേൺ ഷീറ്റ് ഉണ്ട്, അതും കൂടെ വെച്ചിട്ട്, പാറ്റേൺ ഷീറ്റ് അല്ല ഗിഫ്റ്റ് പേപ്പറാണ്, അതും കൂടെ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് ഞാനിത് ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡും എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. സംഭവം ഇത് ക്വാളിറ്റി കുറവൊന്നുമല്ല, നല്ല ഗ്ലേസിംഗ് ഉള്ള പേപ്പറാണ്. ഇത് ഒരു ഷീറ്റിന് 15 റുപ്പീസാണ് വരുന്നത്. അപ്പം ഇത് വെച്ചിട്ട് ഒട്ടിക്കാനും നല്ല ഈസി ആയിരുന്നു. അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഒട്ടിച്ചെടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഹാമ്പർ ബോക്സിൻ്റെ ലിഡിനകത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ക്യാൻവയ്ക്കകത്ത് എഡിറ്റ് ചെയ്തെടുത്തൊരു 300 GSM-നകത്ത് പ്രിൻ്റ് ചെയ്തെടുത്തൊരു ഷീറ്റാണ് ഇത്. ബോക്സിൻ്റെ ലിഡിൻ്റെ സൈസിനാണ് ഞാൻ എഡിറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലിഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ പറയുന്നതിന് മുന്നേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഡ്രീംസി ഫെദേഴ്സ്. ടാറ്റാ.